ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടിൽ പ്രതിഷേധിക്കാനൊരുങ്ങി ബി.ജെ.പി. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ സത്യവാങ്മൂലത്തിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ദേവസ്വത്തിനെതിരെ സമരം ആരംഭിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. 2024 മെയ് മാസത്തിൽ ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. സാമ്പത്തിക അപാകതകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ 27 ലക്ഷം രൂപയുടെ കുറവുള്ളതായാണ് കണ്ടെത്തൽ. 2019 മുതൽ 22 വരെയുള്ള 3 വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് തിരിമറി. ബാങ്ക് ജീവനക്കാരൻ നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും കണ്ടെത്തലിലുണ്ട്. ബാങ്കിന്റെ കളക്ഷൻ ജീവനക്കാരൻ തുക കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചില്ലെന്നും ക്ഷേത്രം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ദേവസ്വത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. ഈ വിഷയത്തിൽ വലിയ ഭക്തജന പ്രക്ഷോഭമാണ് ഗുരുവായൂർ നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറിയ പങ്കും ഇവിടുത്തെ ദേവസ്വം ഭരണസമിതിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. ഇതിന് മുന്നേയും നേരത്തെ സൂചിപ്പിച്ച പോലെ സമാന രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്ന സമയത്ത് അതൊരു വിഷയമാകുന്ന സാഹചര്യത്തിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തന്നെ അവരെ വിളിച്ചിരുത്തി ആ വിഷയം സെറ്റിൽ ചെയ്യുകയാണ് പതിവ്. കാരണം ഭൂരിഭാഗം ആളുകളും CPM ആളുകളാണ്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളാകട്ടെ CPM നോമിനേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും CPM നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസാദ് ഫണ്ടിൽ തുക നീക്കിയിരിപ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു നടപടി. 89 ലക്ഷം രൂപയാണ് ദേവസ്വം അക്കൗണ്ടിലേക്ക് മാറ്റാതിരുന്നത്. ഇതുവഴി പലിശ നഷ്ടമുണ്ടായി. നഷ്ടം വരുത്തിയ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തൃശൂർ.